ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എത്രയോ കാലങ്ങളായി നിലകൊള്ളുന്ന ഒരു ദേശീയ പാർട്ടിയാണ് NCP. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയും അത് NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സംസ്ഥാന പാർട്ടി രൂപീകരണത്തെക്കുറിച്ചുള്ള ആലോചന അസ്ഥാനത്തും അല്ലെങ്കിൽ അങ്ങനെ അത് അനാവശ്യവുമാണ് എന്നാണ് സുവിദിതമായ എൻ്റെ അഭിപ്രായം. എലത്തൂർ പോലുള്ള ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ NCP സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ പരാജയപ്പെട്ടു. അതിനുശേഷം പാർട്ടിയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. പാർട്ടി പിളർപ്പിലേക്ക് നടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. നമുക്കൊപ്പം NCPയുടെ സീനിയർ നേതാവായ PM സുരേഷ് ബാബു ചേരുന്നു. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ യോഗങ്ങൾ ചേരുന്നുണ്ട്. പാർട്ടി രണ്ട് തട്ടിലായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. എന്താണ് ഇതിൽ കൂടുതൽ ഇത്തരത്തിലൊരു നിലയിലേക്ക് വരാനുള്ള കാരണം? അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ദീർഘകാലം ഒരു നിയമസഭാ പ്രാതിനിധ്യം അവകാശപ്പെട്ട് അല്ലെങ്കിൽ അനുഭവിച്ചു വന്നൊരു പാർട്ടിക്ക് ഈ തവണത്തെ തിരഞ്ഞെടുപ്പോടുകൂടി ഒരു നിയമസഭാ പ്രാതിനിധ്യം ടോട്ടലായി ഇല്ലാതെ പോയി. അതിനുണ്ടാകുന്ന ഒരു ചെറിയ മാനസികമായ വലിയൊരു അസ്വസ്ഥത പാർട്ടി പ്രവർത്തകരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ അവർ പല ചേരികളിൽ തിരിഞ്ഞുകൊണ്ട് അതൊന്നും പാർട്ടിയുടെ പിളർപ്പിലേക്ക് എത്തുന്ന ചേരിതിരിവല്ല, മറിച്ച് പല തട്ടിലിരുന്നു കൊണ്ട് ചർച്ചകൾ നടത്തുന്നു എന്നതിൽ കവിഞ്ഞ് അതിന് മറ്റൊരു പ്രതലത്തിലുള്ള പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നത്തെ മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും മറ്റൊരാൾക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. പാർട്ടിയിൽ വലിയ തരത്തിലുള്ള ഭിന്നിപ്പ് ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പാർട്ടിയുടെ പരാജയത്തിനിടയാക്കിയിട്ടുണ്ടോ? ഇതൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പായി പൊതു സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തോമസ് കെ തോമസിനെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും നടക്കുന്നു. അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? അല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം പ്രവർത്തന രംഗത്ത് സജീവമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാറ്റണമെന്നുള്ള നിർദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു റീസ്ട്രക്ചറിങ് പാർട്ടിയുടെ തലപ്പത്ത് വേണം എന്നുള്ള അഭിപ്രായം ധാരാളം പ്രവർത്തകർക്കുണ്ട്. അതായത് നേതൃമാറ്റം വേണം. അല്ല, അത് റീസ്ട്രക്ചറിങ് ആണ്. പാർട്ടിയുടെ പ്രതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നേതൃമാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള നേതാക്കന്മാരെയൊന്നും നേതാവല്ലാതാക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടാകുക, ഓരോ പുതിയ ആളുകൾ വരികയും പഴയ ആളുകൾക്ക് അതുപോലെ തന്നെയുള്ള പ്രാധാന്യത്തോടു കൂടിയുള്ള അവസരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റം, റീസ്ട്രക്ചറിങ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ സംസ്ഥാന പാർട്ടിയായി മാറണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ചില കോണുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ദേശീയ പാർട്ടിയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പോരായ്മകളുണ്ട്. അതിൽ നിന്നൊക്കെ മറികടക്കാൻ സംസ്ഥാന തലത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസ്ഥാന പാർട്ടിയായി മാറിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? അത്തരത്തിലൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയോട് വിമുഖതയുള്ളവരുടെ പട്ടികയിൽ ഞാനും ഉണ്ട്. അത്തരമൊരു ചർച്ച നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമില്ല, അനാവശ്യവുമാണ്. ദേശീയ പാർട്ടി ആയിട്ട് നിൽക്കുന്ന സംഗതികൾക്ക് ദേശീയ തലത്തിൽ ഒരു പക്ഷേ എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ പോലും അതൊരു ദേശീയ പാർട്ടിയുടെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാകുന്ന പ്രാഗൽഭ്യവും അന്തസ്സും ഒരു പ്രാദേശിക പാർട്ടികൾക്ക് ഒരിക്കലും കിട്ടില്ല. മാത്രവുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എത്രയോ കാലങ്ങളായി നിലകൊള്ളുന്ന ഒരു ദേശീയ പാർട്ടിയാണ് NCP. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയും അത് NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സംസ്ഥാന പാർട്ടി രൂപീകരണത്തെക്കുറിച്ചുള്ള ആലോചന അസ്ഥാനത്തും അല്ലെങ്കിൽ അങ്ങനെ അത് അനാവശ്യവുമാണ് എന്നാണ് സുവിദിതമായ എൻ്റെ അഭിപ്രായം. താങ്കൾ PC ചാക്കോ തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വരുമ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു NCPയെ കണ്ടിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ NCP നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇതിപ്പോൾ പ്രതീക്ഷ എന്നുദ്ദേശിക്കുന്നത് കോൺഗ്രസ്സിൽ അന്നുണ്ടായിരുന്ന ചില അപച്യുതിയുടെ ഭാഗമായിട്ട്, പൊരുത്തപ്പെടാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ നിന്നും മാറി പുറത്തു വന്നത്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനകത്തുള്ള കോൺഗ്രസ് സംസ്കാരമുള്ള, ജനാധിപത്യ സംവിധാനമുള്ള, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള, ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന നിലയിലും ഞങ്ങൾ കുറച്ച് മുമ്പ് കോൺഗ്രസ്സിലേക്ക് ചേരുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ടായ
ആ ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയെ ഞങ്ങൾ പ്രിഫർ ചെയ്തു. അത് അങ്ങനെ ആ പാർട്ടിയിലേക്ക് നമ്മൾ ചേർന്നു. അത്തരമൊരു ആ കാലഘട്ടത്തിൻ്റെ പഴയ കാലഘട്ടത്തിൻ്റെ സ്മരണയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടേതായ ദോഷം കൊണ്ടല്ല, ആ പാർട്ടിയുടെ സ്ട്രക്ചർ അങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അവിടെയുള്ള ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ NCPയിലേക്ക് വന്നപ്പോൾ അതിനേക്കാളേറെ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് ഗ്രൂപ്പ് വഴക്ക് ഇതിനകത്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്. ഞാൻ ആ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഒരു ഭാഗമായി നിൽക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ആശയത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷം നമ്മൾ ചേരും. കോൺഗ്രസ് ഐതിഹാസികമായി ചരിത്രപരമായുള്ള വിജയമാണ് ഇത്തവണ നേടി. ഈ ഒരു സാഹചര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പാർട്ടി വിടേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. അത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്ന് തോന്നുന്നു. പക്ഷേ അതല്ല വസ്തുത. കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ കാണുന്ന ഒരു വിജയം, ആ വിജയത്തിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യാൻ ഞങ്ങൾ പാർട്ടി തയ്യാറായിട്ടില്ല. വ്യക്തിപരമായി ഞാൻ അത് ഫാക്ടറിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് ജയിച്ചു വന്നതാണ് എന്ന അഭിപ്രായത്തിലേക്ക് ഞാൻ എത്തുന്നില്ല. അത് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. ആ കൗണ്ടർ പ്രൊഡക്റ്റീവിൻ്റെ ഭാഗമായി ഉണ്ടായൊരു വിജയം എന്നുള്ളതല്ലാതെ അത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത് തെറ്റായിപ്പോയി എന്നൊരു നിഗമനമോ സമീപനമോ ഒരിക്കലുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭാഗമായി നിൽക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് നമുക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഗുണകരമല്ല എന്ന സമീപനവുമില്ല. NCPയിൽ പിളർപ്പടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ NCPയിൽ ഒരു മധ്യസ്ഥൻ്റെ റോളായിരിക്കുമോ അതോ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിത്വമായിട്ടായിരിക്കുമോ താങ്കളെ പാർട്ടി പരിഗണിക്കുക? പാർട്ടി എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു മധ്യസ്ഥനാവാനൊന്നും പറ്റില്ല. ഞാനൊരു നിലപാടിൻ്റെ ഭാഗത്തുള്ള ആളായിരിക്കും. പ്രതീക്ഷയുണ്ട് പാർട്ടി പിളരില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട്. പാർട്ടി പിളരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഉറപ്പില്ല ഇപ്പോഴും. അത് ആളുകളുടെ ചിന്തക്കത്ത് നിൽക്കുന്നതല്ലേ. പിളരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പിളർക്കാൻ ശ്രമിക്കുന്നത് ആളുകൾ സ്വയം പിന്മാറണം. ഞാനൊക്കെ PC ചാക്കോ അടക്കമുള്ള നേതാക്കന്മാർ ഇക്കാര്യത്തിൽ ദേശീയ പാർട്ടിയായി നിലനിൽക്കുന്ന സംവിധാനം തുടരണമെന്നും ആ ദേശീയ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് ഇപ്പോഴും കാലങ്ങളായിട്ടുള്ളത്, ആ സംവിധാനം തന്നെ തുടരണമെന്നും ഉള്ള അഭിപ്രായത്തിലുള്ള ആളുകളാണ്. കോൺഗ്രസിൽ നിന്ന് ചില മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് NCPയിൽ വന്നത്. പക്ഷേ NCPയിൽ വന്നപ്പോൾ അതിനേക്കാളേറെ മൂല്യത്തകർച്ച അവിടെ കാണുന്നുണ്ട്. പക്ഷേ നിസ്സഹായതയാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഉള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലും പിളരരുത് എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ NCPയിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു നേതാവിന് പാർട്ടി അർഹിക്കുന്ന പരിഗണന നൽകിയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും NCPയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ജില്ലാ തലത്തിലുള്ള യോഗങ്ങൾ ചേരുന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി അടക്കം ചേരും. ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമുള്ള ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. ഏതായാലും ശുഭകരമായ ഒരു അവസാനം തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തത്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.